നേരെ ചൊവ്വെ ഒരു റിലേഷൻ തന്നെ കൊണ്ടുപോകാൻ വളരെ പാടാണ്. അങ്ങനെയുള്ള ടീം ഒരേ സമയം രണ്ട് വള്ളത്തിൽ കാല് വെച്ചാല് എങ്ങനെ ഇരിക്കും? ഇവിടെ നമ്മുടെ കഥാനായിക സാധാരണ കഥാനായികമാരുടെ ആ ഒരു ക്യാരക്ടറൊക്കെ പൊളിച്ചെഴുതി ഒരേ സമയം രണ്ട് പ്രണയങ്ങളിൽ ഏർപ്പെടുന്നു. അതുമൂലം അവളുടെ ജീവിതത്തിൽ സംഭവിച്ച രസകരമായ കാര്യങ്ങളും എട്ടിന്റെ പണിയും ഒടുക്കം എങ്ങനെയാണ് ഇതൊക്കെ കൊട്ടിക്കലാശത്തിലേക്ക് എത്തിയത് തുടങ്ങിയവ വളരെ രസകരമായി പറഞ്ഞ 2022 റിലീസായ പേര് അന്വർത്ഥമാക്കുന്ന ബാഡ് ഗേൾ ഫ്രണ്ട് എന്ന കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ ജിസുവിനെ കാണിച്ചുകൊണ്ടാണ്. ജിസു വളരെ മിടുക്കിയായ ഒരു ചെറുപ്പക്കാരിയാണ്. അവൾ ഒരു അഡ്വർടൈസിംഗ് ഏജൻസിയിൽ അഡ്വർടൈസിംഗ് പ്ലാനറായി ജോലി ചെയ്യുന്നു. ജോലിയോട് വളരെയധികം ആത്മാർത്ഥതയുള്ള അവളെ ജോലി സ്ഥലത്ത് എല്ലാവർക്കും തന്നെ വലിയ കാര്യമാണ്. ജോലി സ്ഥലത്ത് ആർക്കും തന്നെ അറിയാത്ത ഒരു വലിയ രഹസ്യം അവിടെ ജിസുവിനുണ്ട്. അത് മറ്റൊന്നുമല്ല, അവിടുത്തെ അവളുടെ സുപ്പീരിയർ ആയ തേ എന്ന ആളുമായി അവൾ ഡേറ്റിംഗിലാണെന്ന കാര്യം. അത് അതീവ രഹസ്യമായി ജോലി സ്ഥലത്ത് നടക്കുന്ന ഒരു സംഭവമാണ്. ഇവിടെ ഈ ഒരു റിലേഷൻ ഉള്ള സമയത്ത് തന്നെ ജിസു പതിവായി പോകാറുള്ള കഫേയില് ജോലി ചെയ്യുന്ന ജീഹോ എന്ന പയ്യനെ അവൾക്ക് ആദ്യം കണ്ടപ്പോ മുതലേ ഒരു നോട്ടമുണ്ട്. അങ്ങോട്ട് ചെന്ന് ഇഷ്ടം പറയുന്നതിന് പകരം അവൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എപ്പോഴും ആ കഫേയിൽ പോകുമ്പോ അയാളുടെ ശ്രദ്ധ തന്നിൽ ആകർഷിക്കുന്ന രീതിയിൽ പെരുമാറാറുണ്ടായിരുന്നു. അങ്ങനെ പെരുമാറി എന്നും കണ്ട് വന്നും പോയും ഒടുക്കം ജീഹോയ്ക്ക് ജിസുവിനോട് ഒരു ഇഷ്ടം തോന്നുന്ന പരുവത്തിലേക്ക് അവള് കാര്യങ്ങളാക്കിയെടുത്തു. അവനാ ഇഷ്ടം അവളോട് അറിയിക്കുമ്പോ അവളാകട്ടെ എനിക്ക് നിങ്ങളെ കണ്ടപ്പോ തൊട്ടേ ഇഷ്ടായിരുന്നു കേട്ടോ എന്ന് പറയാതെ വളരെ സർപ്രൈസ്ഡ് ആയതായി നിൽക്കുന്നു. അതിനുശേഷം ഡേറ്റിന് കൂടെ ചെല്ലാൻ സമ്മതിക്കുന്നു. പക്ഷെ അപ്പോഴും ജോലി സ്ഥലത്ത് എനിക്കൊരാളെ ഇഷ്ടമാണ്, എനിക്കൊരു ബോയ് ഫ്രണ്ട് ഓൾറെഡി ഉണ്ട് എന്ന കാര്യം അവൾ ജീഹോയോട് പറയുന്നില്ല. പറഞ്ഞു വരുമ്പോ എല്ലാം പറയണമല്ലോ. ജിസുവിന്റെ ഫസ്റ്റ് ലവ് ഒന്നും അല്ല അവളുടെ ഓഫീസിലെ സുപ്പീരിയർ ആയ തേയെ പ്രണയിക്കുന്ന അതേ ടീം അവൾക്ക് മുന്നേയും പല റിലേഷൻ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ബ്രേക്കപ്പ് ചെയ്താണ് തേയുമായി റിലേഷനിലായത്. തേ ആദ്യം ഇവിടെ മൈൻഡേ ചെയ്യാറുണ്ടായിരുന്നില്ല. തേ വളരെ ഹാർഡ് വർക്കിംഗ് ആയ ഒരു ബോസ് ആണ്. അങ്ങനെ ഇരിക്കെ അവന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാനായി അതിലും ഹാർഡ് വർക്കിംഗ് ആണ് താൻ, ഇവിടെയുള്ള മറ്റ് എംപ്ലോയീസിനെക്കാളും ഒക്കെ ഒരു പടി മുകളിലാണ് താൻ എന്ന രീതിയിൽ അവന്റെ ശ്രദ്ധ പിടിച്ചു പറ്റി എടുത്തതാണ് ജിസു. അങ്ങനെ പതിയെ തേ ജിസുവിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. തുടർന്ന് തേ തന്നെ ജിസുവിനോട് ഇങ്ങോട്ട് വന്ന് ഇഷ്ടം പറയുകയും ചെയ്തു. ആ ടീം അവൾക്ക് അതൊരു സർപ്രൈസ് ആയ രീതിയിൽ അവൾ ആക്ട് ചെയ്യുകയും അവന്റെ കൂടെ ഡേറ്റ് ചെയ്യാന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. ഇതിവിടെ ഒരു സ്ഥിരം നമ്പർ ആണല്ലേ. അങ്ങനെ ഇവിടെ തേയെ പ്രണയിക്കുന്ന ഇതേ ടീം തന്നെയാണല്ലോ ഇപ്പോ ജീഹോയെ ജിസു പ്രണയിക്കുന്നത്. അവളതെ കണ്ണും കൊണ്ട് ഓഫീസിലിരുന്ന് തേയോട് കഥ പറയുന്ന അതേ ടീം കൈകൾ കൊണ്ട് ജീഹോയ്ക്ക് മെസ്സേജ് അയക്കുന്നതാണ് ഇപ്പോഴത്തെ അവളുടെ രീതി. ഇതിനു മുന്നേ സ്കൂൾ കാലഘട്ടത്തിൽ വെച്ച് ഒരുപാട് പ്രണയത്തിന്റെയും തേപ്പിന്റെയും കഥകള് ജിസുവിന് സ്വന്തമായിട്ടുണ്ട്. അവൾ അന്നേ ഒരു ഹാർട്ട് ത്രോബ് ആയിരുന്നു. സ്കൂളിലെ മിക്ക ആൺകുട്ടികളും അവളുടെ പിറകെയായിരുന്നു. അവന്മാർ ഇവളുടെ കാര്യം പറഞ്ഞ് പരസ്പരം വഴക്ക് പോലും ഇടാറുണ്ട്. ഓരോരുത്തർ ഓരോ കാര്യങ്ങളിലല്ലേ സന്തോഷം കണ്ടെത്തുക. ഇവിടെ ജിസുവിന്റെ സന്തോഷം അവൾക്ക് വേണ്ടി ആൺകുട്ടികൾ പരസ്പരം വഴക്കിടുന്നതും അവളുടെ പിറകെ നടക്കുന്നതും ഒക്കെ തന്നെയാണ്. ഇങ്ങനെ പല കുരുത്തക്കേടുകൾ കുട്ടിക്കാലം മുതലേ ജിസു ഒപ്പിച്ചു വെക്കാറുണ്ട്. പക്ഷെ അതൊക്കെ നൈസ് ആയിട്ടാണ്. ആരും ഇവളെ കുറ്റപ്പെടുത്താത്ത രീതിയിൽ ഇവള് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനും മിടുക്കി തന്നെയാണ്. ഇതിന്റെ ഇടയിൽ ജിസുവിന് നല്ലൊരു കട്ട ഫ്രണ്ട്ഷിപ്പും സ്കൂളിൽ നിന്നുണ്ട് കേട്ടോ. ആളുടെ പേര് യു എന്നാണ്. യു ഇപ്പോ ഒരു പോലീസ് ഓഫീസറായി ജോലി ചെയ്യുന്നു. പഠനം കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടിയപ്പോഴും അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിൽ തന്നെ രണ്ടുപേരും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ രണ്ടുപേർക്കും ജോലിയില്ലാത്ത ഒരു ദിവസം ഒരു കഫേയിൽ വെച്ച് ജിസുവും യുവും കണ്ടുമുട്ടുന്നു. ജിസു ഇതുപോലെ പ്രേമിച്ച് പയ്യന്മാരെ ഉപേക്ഷിക്കുന്ന കാര്യമൊക്കെ യുവിനറിയാം. എന്നിട്ട് പോലും അവളോട് പറയാത്ത ഒരു ഇഷ്ടം ഇവൻ അവളോടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവളിങ്ങനെ ഞാൻ ഇന്നയാളെ പ്രേമിച്ചു ഇന്നയാളെ തേച്ചു എന്നൊക്കെ വന്ന് പറയുന്നത് അവന് തീരെ ഇഷ്ടമല്ല. എനിക്കിതൊന്നും കേൾക്കണ്ടെന്ന് അവൻ പറഞ്ഞു ഒഴിയാൻ നോക്കിയാലും ഞാൻ ഇതൊക്കെ നിന്നോടല്ലാതെ വേറെ ആരോട് പോയി പറയാനാണെന്നും പറഞ്ഞ് അവൾ അതെല്ലാം അവനെ പിടിച്ചിരുത്തി വിശദമായി പറയും. എന്തായാലും ഇപ്പോൾ അവളുടെ കറണ്ട് ലിസ്റ്റിലുള്ള ജീഹോയുടെയും തേയുടെയും പിക്ചേഴ്സ് കാണിച്ചിട്ട് ഇതിലൊരാളെ നീ സെലക്ട് ചെയ്യുക, ഞാൻ രണ്ടുപേരെയും കണ്ട് കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണെന്ന് പറയുന്നു. എനിക്കെങ്ങും വയ്യ, എനിക്കിതിനൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാന്ന് യു പറഞ്ഞു ഒഴിയുമ്പോ എങ്കിൽ ഞാൻ രണ്ടുപേരെയും ഡേറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് അവളും തീരുമാനിക്കുന്നു. എന്തായാലും തേയുടെയും ജിസുവിന്റെയും റിലേഷൻ അവർ മാക്സിമം കൊളീഗ്സിനെ മനസ്സിലാവാത്ത രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നു. എങ്ങാനും മനസ്സിലാവുന്ന സിറ്റുവേഷൻ വന്നാലും അവരത് സമൃദ്ധമായി തന്നെ മറച്ചു വയ്ക്കാനായി നോക്കുന്നുണ്ട്. ഒരു മീറ്റിംഗിൽ ആകെ കുളമായിട്ടായിരുന്നു ജിസു പെർഫോം ചെയ്തത്. അതിന്റെ പേരിൽ തേ ഇവരുടെ റിലേഷൻ ഒക്കെ മറന്ന് നല്ലൊരു ബോസായി മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അവളെ വഴക്ക് പറയുന്നുണ്ട്. പക്ഷെ എല്ലാരും പോയി കഴിയുമ്പോ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. അന്നൊരു ദിവസം ഓഫീസിൽ നിന്ന് ജിസുവിനെ വീട് വരെ ഡ്രോപ്പ് ചെയ്യാനായി തേ കൂടെ പോകുന്നു. കാറിൽ അവൾ ഇരിക്കുന്ന ടീമെല്ലാം ജീഹോയുടെ ഫോൺ കോൾ അവൾക്ക് വരുന്നുണ്ട്. പക്ഷെ ഇവൻ കൂടെ ഉള്ളത് കൊണ്ട് എടുത്ത് സംസാരിക്കാൻ കഴിയില്ലല്ലോ. അവൾ അതുകൊണ്ട് സ്പാം കോൾ ആണെന്ന് പറഞ്ഞ് അതൊക്കെ അവോയ്ഡ് ചെയ്യാണ്. അപ്പാർട്ട്മെന്റിന്റെ അവിടെ എത്തുമ്പോ തേ അവളെ കിസ് ചെയ്യുന്നു. അവളും അത് എതിർക്കാതിരിക്കുമ്പോ ഞാനും അപ്പാർട്ട്മെന്റിലേക്ക് വരട്ടെ എന്ന് അവൻ ചോദിക്കുകയാണ്. പക്ഷെ വന്നാൽ സംഗതി പ്രശ്നമാകുമെന്ന് തോന്നുന്ന അവൾ പിന്നീട് ഒരു ദിവസം ആകാമെന്ന് പറഞ്ഞ്
പറഞ്ഞ് അവനെ അവോയ്ഡ് ചെയ്ത് വിടുന്നു. അവൾ നേരെ അപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ജീഹോ അവൾക്കായി കാത്തിരിപ്പുണ്ടായിരുന്നു. അവൻ അവൾക്ക് വേണ്ടി ടേസ്റ്റിയായ ഫുഡൊക്കെ കുക്ക് ചെയ്ത് കൊടുക്കുന്നു. കൂടാതെ ഒരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട്, അത് ഓൺ ദി വേ ആണെന്ന് പറയുന്നുണ്ട്. എന്താണതെന്ന് അവൾ ചോദിക്കുമ്പോൾ പറഞ്ഞാൽ അതിൽ എന്ത് സർപ്രൈസ്, അതുകൊണ്ട് പറയുന്നില്ല എന്നായിരുന്നു അവന്റെ മറുപടി. അങ്ങനെ ഇരിക്കുകയാണ് ജിസുവിന്റെ ഈ ഒരു സ്വഭാവം അറിയാവുന്ന അവളുടെ ഒരു ഫ്രണ്ട് അവളെ വാൺ ചെയ്യുന്നത്. ഒരേ സമയം രണ്ട് വള്ളത്തിൽ കാലുവെക്കുന്നത് ശരിയല്ല, പിടിക്കപ്പെടാൻ ചാൻസ് ഉണ്ടെന്ന്. പക്ഷെ താനിപ്പോ ഡേറ്റ് ചെയ്യുന്ന രണ്ടുപേരും കൂട്ടുമുട്ടാൻ ഒരു സാധ്യതയുമില്ല എന്ന കോൺഫിഡൻസ് ജിസുവിനുണ്ടായിരുന്നു. രണ്ടുപേരും ഒരേ പ്രായത്തിലുള്ളവരല്ല. തേ ജിസുവിനെക്കാളും മൂത്തതും ജീഹോ ജിസുവിനെക്കാളും യങ്ങുമാണ്. കൂടാതെ രണ്ടുപേരും ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരും അല്ല. അതുകൊണ്ട് ഒരു ചാൻസ് ഇല്ല എന്നുള്ള കോൺഫിഡൻസിലായിരുന്നു അവര്. ഇൻ കേസ് എങ്ങാണം കണ്ടുപിടിച്ചാൽ ഞാൻ രണ്ടുപേരും ബ്രേക്ക് ചെയ്യും, പ്രശ്നം തീർന്നു എന്ന് അവളുടെ മുൻ എക്സ്പീരിയൻസ് വെച്ച് വളരെ കൂളായി അവള് പറയുന്നുണ്ട്. പക്ഷെ അടുത്ത ദിവസം ഓഫീസിലേക്ക് ചെല്ലുമ്പോഴായിരുന്നു അവളെ കാത്ത് ആ ഞെട്ടിക്കുന്ന കാര്യം അവിടെ നടക്കുന്നത്. മറ്റൊന്നുമല്ല, അവളുടെ സ്ഥാപനത്തിൽ തന്നെ ജീഹോ ജോലിക്ക് ജോയിൻ ചെയ്യുന്നു. ഈ ഒരു സർപ്രൈസ് ആണ് അവൻ മുന്നേ സൂചിപ്പിച്ചത്. എന്തായാലും ഇത് കണ്ട് അവൾ ആകെ ഷോക്കാവുന്നു. അവിടെ വെച്ച് ജീഹോ തന്നെ അറിയുന്നത് പോലെ സംസാരിക്കുന്നതിന് മുന്നേ തന്നെ അവൾ അവനെ മാറ്റി നിർത്തി, നമ്മൾ തമ്മിൽ റിലേഷനിലാണെന്ന കാര്യം ഇവിടെ ആരും അറിയരുത്, അറിഞ്ഞു കഴിഞ്ഞാൽ അത് നിനക്ക് തന്നെ പ്രശ്നമാവും, കാരണം അങ്ങനെയുള്ളവരെ ഈ സ്ഥാപനത്തിൽ ജോലിക്ക് നിൽക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നവൾ ഇവൻ ഇവിടെ പെർമനന്റ് അല്ല, പ്രൊബേഷൻ പീരീഡിലാണെന്ന് മനസ്സിലാക്കി നീ ഇവിടെ നിൽക്കണ്ട, ജോലിയിൽ നിന്ന് പോകുന്നതല്ല, ഇവിടെ ഭയങ്കര പാടാ, നിനക്ക് കുറച്ചുകൂടെ നല്ല ജോലി കിട്ടും എന്നൊക്കെ പറയുമ്പോൾ അവന്റെ മനസ്സ് മാറുന്നില്ല. ഇവിടെയുള്ളപ്പോ ഇത്ര പാടുള്ള സ്ഥാപനത്തിലെ ജിസുവിന്റെ ജോലിയും കൂടി ചെയ്ത് തനിക്ക് അവളെ സഹായിക്കാലോ, ജിസുവിനെ അത്രയും നേരം കൂടി കാണാലോ എന്നൊക്കെയാണ് അവൻ ന്യായീകരണങ്ങൾ പറയുന്നത്. ഇവനെ പറഞ്ഞ് ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ കഴിയില്ല എന്ന് തോന്നുന്ന ജിസു നേരെ തേയുടെ അടുത്തേക്ക് ചെല്ലുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടും തേയെ കൺവിൻസ് ചെയ്യുന്ന ഒരു റീസൺ ജീഹോനെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടാനായി ജിസുവിന് കണ്ടെത്താനായി സാധിക്കുന്നില്ല. അങ്ങനെ ഇവർ ഒന്നിച്ച് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിന്റെ ഇടയിൽ ഒന്നിച്ച് കൊളീഗ്സ് എല്ലാവരും ഡിന്നറിനൊക്കെ പോകുമ്പോൾ ഫുഡ് കഴിക്കാനായി ഇരിക്കുന്ന ടീം ജിസുവിന്റെ രണ്ട് സൈഡിലുമായി തേയും ജീഹോയും ഇരിക്കുന്നു. രണ്ടുപേരും അവളുടെ രണ്ട് കൈകളിൽ പിടിക്കുന്നുണ്ട്. ഇത് പരസ്പരം ഇവര് കാണാതിരിക്കാനും മറ്റുള്ളവർ കാണാതിരിക്കാനും ഇവള് ശരിക്കും പാടുപെടുന്നുണ്ട്. ജോലി സ്ഥാപനത്തിൽ നല്ല രീതിയിൽ തേയുടെയും ജീഹോയുടെയും റിലേഷൻ ഫ്രണ്ട്ഷിപ്പ് പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവർ നല്ല ഫ്രണ്ട്സ് ആയി മാറിയാൽ ഒബ്വിയസ്ലി ഫ്രണ്ട്സ് തമ്മിൽ പ്രണയത്തെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്റെ പേര് പരാമർശിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ജിസു ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് അവിടെ കട്ട് ചെയ്യാനായി സ്ഥാപനത്തിൽ രണ്ടുപേർക്കും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. ജീഹോയുടെ ജോലി ചെയ്യുന്നതിൽ പ്രശ്നമുണ്ടാക്കി തേയെ കൊണ്ട് അവനെ വഴക്ക് പറയിപ്പിച്ച് തേ ഇത്ര കണ്ണിച്ചോരയില്ലാത്തവനാണ്, ഒരു പുതിയ സ്റ്റാഫിനോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്ന് തേയുടെ കുറ്റം ജീഹോനോട് പറഞ്ഞ് അങ്ങനെ അവൾ നന്നായി ഇവർക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെ ഇരിക്കെയാണ് ജിസുവിന് പനി വരുന്നത്. ജോലിക്കെത്തിയ ജിസുവിനെ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാനായി പറഞ്ഞ് തേ ലീവ് കൊടുത്ത് പറഞ്ഞു വിടുന്നു. ജിസു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൾ യുവിനെ വിളിച്ച് അവൾക്ക് വയ്യ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവന് ജോലി തിരക്ക് കാരണം വരാൻ സാധിക്കുന്നില്ല. അവൾ അങ്ങനെ ഒറ്റയ്ക്ക് വീട്ടിൽ പോകാനായി നിൽക്കുമ്പോൾ ജീഹോ ലീവ് എടുത്ത് അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷെ ജീഹോ ലീവ് എടുത്തത് ഇവളെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണെന്ന് തേക്ക് അറിയില്ല. എന്തായാലും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവൻ അവൾക്ക് കഞ്ഞി ഉണ്ടാക്കി കൊടുക്കുന്നു, മെഡിസിൻ ഒക്കെ കൊടുക്കുന്നു. അത് കണ്ട് വളരെ ഇംപ്രസ്ഡ് ആവുന്ന അവൾ അവനെ കിസ് ചെയ്യാനായി തുടങ്ങുന്ന ആ ഒരു മൊമെന്റിലാണ് കോളിംഗ് ബെൽ അടിക്കുന്നത്. ആരാണെന്ന് നോക്കാനായി വയ്യാത്ത ജിസുവിനെ അവിടെ ഇരുത്തി ജീഹോ പോകുമ്പോഴാണ് തന്റെ മൊബൈലിലേക്ക് തേ ഞാൻ നിന്നെ കാണാൻ വരികയാണെന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത് ജിസു കാണുന്നത്. യോ തേ ആയിരിക്കുമോ കോളിംഗ് ബെൽ അടിച്ചതെന്ന് നെഞ്ചിൽ ഇടുത്തി വെട്ടി വേഗം ജിസു ഓടി ചെല്ലുമ്പോഴേക്കും ജീഹോ ഡോറ് തുറന്നിട്ടുണ്ടായിരുന്നു. അവളുടെ ഭാഗ്യത്തിന് അത് തേ അല്ല, മറിച്ച് അവൾക്ക് വയ്യാന്ന് പറഞ്ഞതുകൊണ്ട് അവൾക്ക് വേണ്ടി യു ഓർഡർ ചെയ്ത ഫുഡായിരുന്നു. അങ്ങനെ തേ എന്തായാലും ഉടനെ വരും എന്ന് മനസ്സിലാക്കുന്ന അവൾ വേഗം തന്നെ എന്റെ അമ്മ ഇപ്പൊ ഇങ്ങോട്ട് വരും, നീ ഇവിടുന്ന് വേഗം പോകുന്നു പറഞ്ഞ് ജീഹോനെ പറഞ്ഞു വിടുന്നു. അവൻ പോയ അടുത്ത നിമിഷം തന്നെ മറ്റൊരു ലിഫ്റ്റ് വഴി അങ്ങോട്ടേക്ക് തേ എത്താണ്. എന്തായാലും തേക്കൊന്നും ഡൗട്ട് വന്നാത്ത രീതിയിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനായി ജിസുവിന് സാധിച്ചു. എന്തായാലും അങ്ങനെ ഇരിക്കെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ സ്വാഭാവികമായിട്ടും തേ ജിസുവിനെ കെയർ ചെയ്യുന്നതിനെ പറ്റി ജീഹോയ്ക്കും ഒപ്പം ജീഹോയ്ക്ക് ജിസുവിനോടുള്ള അട്രാക്ഷനെ പറ്റി തേയ്ക്കും ഡൗട്ടുകൾ വരുന്നു. തുടർന്ന് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തേ പറ്റൂന്നും പറഞ്ഞു രണ്ടുപേരും കൂടി ജിസുവിനെ പിടിച്ചിരുത്തുമ്പോ അവൾക്ക് മറ്റു വഴിയില്ലാതെ അവൾ രണ്ടുപേരുടെ മുന്നിൽ ഞാൻ ഒരേ സമയം നിങ്ങളെ രണ്ടുപേരെയും പ്രണയിക്കുകയായിരുന്നു എന്ന് തുറന്നു പറയുന്നു. പ്രതീക്ഷ പോലെ തന്നെ അവർക്ക് അതെങ്ങനെ സഹിക്കാനാവും. അവർ രണ്ടുപേരും വളരെയധികം തകരുകയാണ്. ജിസു മറ്റു വഴിയൊന്നുമില്ലാതെ അവർ പറയുന്നതെല്ലാം കേട്ടിരിക്കുന്നു. അടുത്ത ദിവസം ഓഫീസിലെത്തുമ്പോഴും രണ്ടുപേരെയും എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അവൾക്കറിയില്ല. സത്യത്തില് ഒരു റിലേഷൻ ഇങ്ങനെ ബ്രേക്കപ്പ് പറഞ്ഞ ശേഷം ആദ്യമായിട്ടാണ് ഇത്രയധികം വിഷമിച്ച ഒരു ഫീലിംഗ് ജിസുവിന് വരുന്നത്. അവൾ ഇവരുമായി ഒഫീഷ്യലി ബ്രേക്കപ്പ് പറഞ്ഞില്ല, ഇവരോട് സത്യം അവൾ വെളിപ്പെടുത്തിയതേ ഉള്ളെങ്കിലും ഇതൊരു ബ്രേക്കപ്പിലേക്ക് കലാശിക്കൂ എന്ന് അവൾക്ക് ഉറപ്പുണ്ട്. എങ്കിലും അവൾക്ക് വല്ലാത്തൊരു സങ്കടം വരുന്നു, കാരണം അവൾക്ക് രണ്ടുപേരെയും ഇഷ്ടമായിരുന്നു. എന്തായാലും ഈ ഒരു സംഭവങ്ങൾ കാരണം ഇതിന് എന്ത് തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത് എന്ന് ഡിസ്കസ് ചെയ്യാനായി ജീഹോയും തേയും ഒരു സ്ഥലത്ത് കണ്ടുമുട്ടുന്നു. ഇതേ ടീം മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന ജിസുവിനെ ഒന്ന് ചീർ ചെയ്യാനായി പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന യു അവൾക്ക് വളരെ ഇഷ്ടമുള്ള കോമിക്സ് ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അവൾ അത് നോക്കുന്ന ടീമാണ് ജീഹോയുടെ ഫോൺ കോൾ വരുന്നത്, ഒന്ന് കാണണം പുറത്തേക്ക് വാങ്ങുന്നു. അങ്ങനെ അവൾ ജീഹോനെ കാണാനായി പോകുമ്പോൾ അവിടെ അവൻ മാത്രമല്ല ഉണ്ടായിരുന്നത്, തേയും കൂടെ ഉണ്ടായിരുന്നു. അവളെ ഞെട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നു രണ്ടുപേരും അവളോട് പറയുന്നത്. രണ്ടുപേരെയും അവൾ ബ്രേക്കപ്പ് ചെയ്യണ്ട, പകരം രണ്ടുപേരെയും തൽക്കാലം ഡേറ്റ് ചെയ്യണമെന്ന്. ഇവരുടെ കമ്പനിയിൽ ഒരു 2 month പ്രോജക്ട് നടക്കുന്നുണ്ട്. അതിന്റെ അവസാനം ഈ രണ്ടുപേരിൽ ഒരാളെ അവൾ സെലക്ട് ചെയ്യണമെന്നും അവർ ആവശ്യപ്പെടുമ്പോൾ അവൾ അതിന് സമ്മതിക്കുന്നു. ഒരുപക്ഷെ ഇവർ 3 പേരും കൂടി ചേർന്ന് ചെയ്യേണ്ട ഒരു പ്രോജക്റ്റ് ആണത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം അവർക്കിടയിൽ സംഭവിച്ച പ്രോജക്റ്റിനെ കമ്പനിയും പിന്നെ ഇവരുടെ തന്നെ വർക്ക് ലൈഫിനെയും അത് വല്ലാതെ ബാധിക്കും എന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനെ
ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. എന്തായാലും അവൾ അതിനെ സമ്മതിക്കുന്നു. അവൾ തിരിച്ച് യുവിന്റെ അടുത്തേക്ക് ചെന്നില്ല. അവനാകട്ടെ അവളെ കാത്ത് ഏറെ നേരം അവിടെ ഇരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം ഓഫീസിൽ എത്തിക്കഴിഞ്ഞ് ഒരേ ടീം പണ്ടത്തെ പോലെ ജിഹോയും തേയും ഡേറ്റ് ചെയ്യുന്നതിന്റെ ഇടയിലാണ് അവൾ കഴിഞ്ഞ ദിവസം യുവിനെ അവിടെ ഇരുത്തിയിട്ട് മടങ്ങി താൻ ചെന്നില്ലല്ലോ എന്ന കാര്യം ഓർക്കുന്നത്. അതുകൊണ്ടും പിന്നെ ഇപ്പൊ നടന്ന സംഭവ വികാസങ്ങൾ അവനോട് പറയാനായും ഇന്ന് വൈകിട്ട് ഓഫീസ് കഴിയുമ്പോൾ ഞാൻ നിന്നെ കാത്തിരിക്കും, നീ വരണമെന്ന് അവൾ പറയുന്നുണ്ട്. ഇവൾ ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ അവന് തീരെ സഹിക്കുന്നില്ലെങ്കിലും അവൾ വിളിച്ചതുകൊണ്ട് അവൻ തന്റെ തിരക്കുകൾ മാറ്റിവെച്ച് അവളുടെ ഓഫീസിന്റെ അവിടെ പിക്ക് ചെയ്യാനായി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച വീണ്ടും അവൾ തേയുടെയും ജിഹോയുടെയും കൂടെ പഞ്ചാര അടിച്ച് നിൽക്കുന്നതാണ്. ഇവനെ കാണുമ്പോൾ അവൾ ശരിക്കും അവോയ്ഡ് ചെയ്തും സംസാരിക്കുന്നു. ആ ടീം വല്ലാതെ കലിയിളകുന്നവൻ നീയുമായി ഇനി എനിക്ക് യാതൊരു ഫ്രണ്ട്ഷിപ്പും വേണ്ടാന്ന് എടുത്തടിച്ചത് റിജക്ട് ചെയ്ത് അവിടെ വിട്ടുപോകുന്നു. അത് ജിസുവിനെ ആകെ സങ്കടപ്പെടുത്തുന്നു. കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായി യുവും ജിസുവും നല്ല ഫ്രണ്ട്സ് ആണ്. ഇതുവരെ ഇവളുടെ ഏത് മോശം സ്വഭാവം കണ്ടിട്ടും അവൻ ഇങ്ങനെ ഇട്ടിട്ട് പോയിട്ടില്ല. ഫോൺ വിളിച്ചിട്ടൊന്നും യു റെസ്പോണ്ട് ചെയ്യുന്നില്ല. ആകെ സങ്കടത്തിലാവുന്ന ജിസുവിനെ ചിയർ ചെയ്യാനായി അവളുടെ 2 ബോയ് ഫ്രണ്ട്സും അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്നു. അവർ ഒന്നിച്ച് ഗെയിംസ് കളിച്ചും സംസാരിച്ചും ഫുഡ് കഴിച്ചും ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴും യുവിനെ വല്ലാതെ ജിസു മിസ് ചെയ്യുന്നു. അവൾക്ക് ആ ടീമാണ് മനസ്സിലാവുന്നത് അവളുടെ ജീവിതത്തിലൂടെ അവളുടെ ബോയ് ഫ്രണ്ടിന്റെ സ്ഥാനത്ത് വന്ന് കടന്നുപോയ പയ്യന്മാരാരും തന്നെ ശരിക്കും അവളുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ടില്ല. ഈ യുവിനെ മിസ് ചെയ്യുന്ന പോലെ അവൾ ഇതുവരെ ആരെയും മിസ് ചെയ്തിട്ടുമില്ല എന്ന്. അങ്ങനെ ഇരിക്കെ അവനെ കാണാനായി അവൾ ചെല്ലുമ്പോൾ അവൻ മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ സംസാരിച്ച് നടന്നു പോകുന്നതാണ് അവൾ കാണുന്നത്. അത് കണ്ടവൾ ഞെട്ടിയുണരുന്നു. സത്യത്തിൽ ഇങ്ങനെ മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ അവൻ ഇങ്ങനെ റിലേഷനിലാണ് എന്നത് അവൾ കണ്ട ഒരു ദുസ്വപ്നമായിരുന്നു. അങ്ങനെ സ്വപ്നം കണ്ടു പേടിക്കാൻ മാത്രം ലെവലില് അവന്റെ മിസ്സിങ് അവളെ ബാധിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അവൾ ആ നിന്ന നിപ്പില് യുവിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് ഓടുന്നു. ഈ സമയത്ത് ധാര ഡോറിൽ തട്ടുന്നെന്ന് ചിന്തിച്ച് അവൻ ഡോറ് തുറന്ന് ജിസുവിനെ കാണുമ്പോൾ ആകെ ഷോക്കാവുന്നു. അവനോട് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ പോലും നൽകാൻ നിൽക്കാതെ അവൾ വേഗം തന്നെ അവനെ കിസ് ചെയ്ത് അവനിത് എന്താ നടക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നതിന് മുന്നേ അവൾ അവിടെ നിന്ന് പോകാനായി നോക്കുന്നു. പക്ഷെ അങ്ങനെ അങ്ങ് അവളെ വിടാൻ മനസ്സിലാതെ അവൻ അവളുടെ പിറകെ എക്സ്പ്ലനേഷന് വേണ്ടി ചെല്ലാണ്. കാരണം ഒരു ഫ്രണ്ടിനെ ഈ രീതിയിൽ ആരും കിസ് ചെയ്യില്ലല്ലോ, പിന്നെന്തിനാ ഇവളിപ്പോ തന്നെ കിസ് ചെയ്തതെന്നാണ് അവൻ അറിയേണ്ടത്. അങ്ങനെ അവളോട് കാര്യം തീർക്കുമ്പോൾ അവൾ അവനെ ഇഷ്ടമാണെന്ന് പറയുന്നു. അത് കേൾക്കുന്നവൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായി കേൾക്കാൻ ആഗ്രഹിച്ച വാക്ക് കേട്ടതിന്റെ വളരെ വലിയ സന്തോഷത്തിലായിരുന്നു. പക്ഷെ പലരിൽ ഒരാളായി ഇരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നവൻ അവളുടെ ഇപ്പോഴത്തെ ഈ 2 ബോയ് ഫ്രണ്ട്സിനെ ബ്രേക്കപ്പ് ചെയ്താലേ താൻ അവളെ ഇഷ്ടപ്പെടുകയുള്ളൂ എന്ന കാര്യവും പറയുന്നുണ്ട്. ആ ടീം അവരെ എനിക്ക് ബ്രേക്കപ്പ് ചെയ്യാൻ സാധിക്കില്ലെന്നാണ് അവള് പറയുന്നത്. എന്തൊരു പെണ്ണല്ലേ, ഇങ്ങനെയും ആളുകളുണ്ടോന്ന് എനിക്കിത് കണ്ടപ്പോ തോന്നി. എന്തായാലും അവളുടെ ആ തീരുമാനം കേൾക്കുന്നവൻ കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ അവിടെ നിന്ന് പോകുന്നു. എന്തായാലും വളരെ സങ്കടത്തിലാവുന്ന ജിസു പിന്നീടോ ജോലിക്കൊന്നും അടുത്ത ദിവസം പോയതേയില്ല. അവൾ ജിഹോയുടെയും തേയുടെയും കോളൊന്നും അറ്റൻഡ് ചെയ്തേയില്ല. ഇവരാകെ ടെൻഷനിലാവുന്നു. അവളെ അന്വേഷിച്ച് അവർ താമസ സ്ഥലത്ത് പോകുമ്പോൾ അവിടെയും അവളില്ല. അവളിത് ഇവിടെ പോയി കാണുന്നു. അവർ അന്വേഷിക്കാനായി തുടങ്ങുന്നു. ഇതേ ടീം വളരെയധികം വിഷമിച്ച് ഡ്രിങ്ക്സ് അടിച്ച് ഒരു റെസ്റ്റോറന്റിൽ ഇരിക്കുകയായിരുന്നു ജിസു. അവിടെ വെച്ച് യാദൃശികമായി അവൾ മുന്നേ തേച്ച ഒരു പയ്യനെ അവൾ കാണുന്നു. അവനാകട്ടെ അവൾ അന്ന് ചതിച്ച ചതി ഇന്നും പൊറുത്തിട്ടില്ല. അതിന്റെ പേരിൽ അവൻ വായിൽ വന്നതെല്ലാം അവളെ പറയുന്നു. അവൾ ചതിച്ചിട്ട് പോയതുകൊണ്ട് തനിക്ക് ഇന്നും പെട്ടെന്ന് ഒരാളെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവള് കാരണം താൻ ആകെ തകർന്നു പോയെന്നെല്ലാം അവൻ പറയുമ്പോൾ അവൾ മാപ്പ് ചോദിക്കുന്നുണ്ട് ചെയ്ത തെറ്റിന്. പക്ഷെ മാപ്പ് കൊടുക്കാൻ തയ്യാറാവാത്ത അവൾ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് അവളെ അന്വേഷിച്ച് ജിഹോയും തേയും എത്തുന്നു. രണ്ടുപേരും അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ നോക്കുമ്പോൾ ആ എക്സ് ബോയ് ഫ്രണ്ട് പറയുന്ന വാക്കുകൾ പിന്നീട് അവിടെ ഒരു അടിയിലേക്കാണ് കലാശിക്കുന്നത്. അങ്ങനെ ജിസുവിന് വേണ്ടി അവർ അവിടെ കിടന്ന് അടിയിടുമ്പോൾ അങ്ങോട്ടേക്ക് തന്റെ ഒരു കൊളീഗിന്റെ കൂടെ ഫുഡ് കഴിക്കാനായി യു വരുന്നുണ്ടായിരുന്നു. അവൻ ഇത് കാണുകയും ആടി പിടിച്ചു മാറ്റുകയും ചെയ്യുന്നു. പക്ഷെ അപ്പോഴേക്കും കണ്ടുനിന്ന് ആരൊക്കെയോ ഈ വീഡിയോ പകർത്തി സോഷ്യൽ മീഡിയയിൽ വൈറലാക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരേ സ്ഥാപനത്തിലെ 3 എംപ്ലോയീസ് ഇതുപോലെ ഒരു നാറ്റക്കേസിൽ അടിയുണ്ടാക്കി വൈറലായതിന്റെ പേരിൽ അവരുടെ ബോസ് അവരെ പണിഷ് ചെയ്യുന്നു. കമ്പനിയിലെ പെർമനന്റ് സ്റ്റാഫ് അല്ലാത്ത ജിഹോയെ ഓൺ ദ സ്പോട്ട് ഫയർ ചെയ്യാണ്. കമ്പനിയിൽ ലീഡർ പൊസിഷനിൽ ഉണ്ടായിരുന്ന തേയെ സ്ഥാനത്ത് നിന്നും പിന്മാറ്റുന്നു. അതേപോലെ ജിസുവിനും കണക്കിന് കിട്ടുന്നുണ്ട്. ആകെ കുറ്റബോധത്തിലാവുന്ന ജിസു ആദ്യം തേയുടെയും ജിഹോയുടെയും അടുത്ത് ചെന്ന് ഈ റിലേഷൻ ഇനി കണ്ടിന്യൂ ചെയ്യാൻ തനിക്ക് താല്പര്യമില്ല, രണ്ടുപേരുമായി ബ്രേക്കപ്പ് ചെയ്യാൻ പോവുകയാണെന്ന് പറയുന്നു. അതിനുശേഷം അവൾ നേരെ അവരുടെ ബോസിന്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തോട് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഇനി അതൊരിക്കലും ആവർത്തിക്കില്ല എന്ന് റിക്വസ്റ്റ് ചെയ്ത് ജിഹോയെ തിരിച്ച് കമ്പനിയിലേക്ക് എടുപ്പിക്കുന്നു. ഒപ്പം തന്നെ തേയ്ക്ക് നഷ്ടപ്പെട്ട ലീഡർ സ്ഥാനവും തിരികെ നേടി നൽകുന്നു. എല്ലാവർക്കും തെറ്റ് ചെയ്താൽ അത് തിരിച്ചറിഞ്ഞ് തിരുത്താൻ ഒരു അവസരം കൊടുക്കണം എന്ന ഒരു കൺസെപ്റ്റ് ഉള്ള ഈ ബോസ് അവളെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുമ്പോൾ ഒരു ചാൻസ് അവൾക്ക് കൊടുത്തതാണ്. അങ്ങനെ വീണ്ടും ഇവർ 3 പേരും കൂടി ചേർന്ന് തുടങ്ങി വെച്ച ആ പ്രോജക്ട് തീർക്കാനായി ഒന്നിച്ച് വർക്ക് ചെയ്യുന്നു. അങ്ങനെ സക്സസ്ഫുള്ളി പ്രോജക്ട് അവസാനിച്ച ആ ഒരു ദിവസം അവൾ അവളുടെ റെസിഗ്നേഷൻ ലെറ്ററും കൂടി കമ്പനിയിൽ സമർപ്പിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം നമ്മൾ ജിസുവിനെ കാണുമ്പോൾ അവളിപ്പോ ഒരു പുതിയ സ്ഥലത്ത് ജോലി ചെയ്ത് ലൈഫ് പുതിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അവൾക്കിപ്പോ വേറെ ബോയ് ഫ്രണ്ട്സ് ഒന്നുമില്ല. പക്ഷെ യുവുമായി അവളിപ്പോ നല്ല കമ്പനിയാണ്. അവനെ ഒരു ബോയ് ഫ്രണ്ടിനെ പോലെ തന്നെ അവൾ കമ്പനി അടിച്ച് നടക്കുന്നു. അങ്ങനെ കുറച്ച് ദിവസം പോകുന്നുണ്ടെങ്കിലും ജിസു ഇപ്പോഴും കംപ്ലീറ്റ് ആയി ഫീൽ ചെയ്യുന്നില്ല. അത് യുവിനും മനസ്സിലാവുന്നുണ്ട്. ആക്ച്വലി ചില ആളുകളുണ്ടല്ലോ ഒരാളിൽ തന്നെ റിലേഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കാതെ ഒരു ഓപ്പൺ റിലേഷൻഷിപ്പ്, അതായത് ഒരാളുമായി റിലേഷൻഷിപ്പിൽ ഉള്ളപ്പോൾ തന്നെ അയാളുടെ സമ്മതത്തോടുകൂടി മറ്റ് റിലേഷൻഷിപ്പുകളിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്ന ചിന്താഗതിയുള്ളവരും. ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള ആളുകളൊക്കെ കോമൺ ആണ്.
പലരും അങ്ങനെ ഈ രീതിയിൽ റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നതായി പല സോഷ്യൽ മീഡിയകളിലും നമ്മൾ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. അത്തരത്തിലുള്ള ഒരാളാണ് ജിസു. അവൾക്ക് ഒരാളിൽ തന്നെ ഒതുങ്ങി നിൽക്കാൻ കഴിയില്ല. അത് മനസ്സിലാക്കുന്ന യുവിന് അത്തരമൊരു റിലേഷൻഷിപ്പിനോട് താല്പര്യമില്ലെങ്കിലും അവൻ ജിസുവിന്റെ സന്തോഷത്തിന് വേണ്ടി ഇപ്പോൾ അവന്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള ജിസുവിനെ മറ്റൊരു റിലേഷൻഷിപ്പിന് അനുവദിക്കുന്നു. അങ്ങനെ അത് മനസ്സിലാക്കുന്ന അവൾ അവളുടെ പുതിയ ബോയ് ഫ്രണ്ടിനെ തേടി പോകുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. കഥ വളരെ രസകരമായി പോയി. പക്ഷെ എനിക്ക് ഇതുപോലെ ഒരേ സമയം രണ്ട് വള്ളത്തിൽ കാല് വെച്ച് പോകുന്നതിനോട് താല്പര്യമില്ല. അതേപോലെ തന്നെ ലാസ്റ്റ് ഒരുപാട് പ്രശ്നങ്ങൾ കലങ്ങി തെളിഞ്ഞ് യുവുമായി മാത്രം റിലേഷനിലാവുന്നതിനോടായിരുന്നു എനിക്ക് താല്പര്യം. പക്ഷെ കഥ ഈ രീതിയിലാണ് അവസാനിച്ചത്. എന്നെ പോലെ എൻഡിങ് യുവും ജിസുവും ഒന്നിക്കുന്നതായിരുന്നു ബെറ്റർ എന്ന് നിങ്ങൾക്കും തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണും വരെ ബൈ.